So, a leader is always a vision and a mission. One among us, the bridge of the common man and the government. Requesting the eminent phase of the day's program, MLA Shri K. Babu Sir, Nenmara, to join us to share a few words. Sir, please. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഏറെ ആരാധ്യനായ പ്രൊഫസർ കെ ശശികുമാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ കെ പി രമേശ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം പുസ്തക പ്രകാശനം നിർവഹിച്ച പത്മശ്രീ കെ കെ മുഹമ്മദ്, മുൻ ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പുസ്തകം സ്വീകാര്യം ഡോക്ടർ വി സെൽവകുമാർ, ആർക്കിയോളജിസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ, പുസ്തകം പരിചയപ്പെടുത്തിയ ഡോക്ടർ പി ആർ ജയശീലൻ, നിരൂപകൻ, പ്രിൻസിപ്പൽ, തുഞ്ചത്ത് എഴുത്തച്ഛൻ. മുഖ്യ അതിഥി നേരത്തെ എത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്ന പ്രൊഫസർ കെ കെ ഗീതാകുമാരി, വൈസ് ചാൻസലർ സംസ്കൃത സർവകലാശാല കാലടി, ഡോക്ടർ ജനി പീറ്റർ, പ്രൊഫസർ എൻ കെ നവാസ്, ശ്രീ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ സത്യപാൽ, ശ്രീ കെ എസ് രാജശേഖരൻ, മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ദൂരദർശൻ, ശ്രീമതി പുഷ്പകല വി, ടൗൺ പ്ലാനിംഗ് ഓഫീസർ പാലക്കാട്, ഇതിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ വി സനൽകുമാർ മാസ്റ്റർ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന സുഹൃത ടി എസ്, വൈകി വന്നതിന് ശ്രീ ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വൈകി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. നേരത്തെ എത്തേണ്ടതാണ്. പാലക്കാടിൻ്റെ ചരിത്രം പുസ്തക രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോഴും അതിനുമപ്പുറം ചരിത്രപരമായ നിരൂപണങ്ങളിലൂടെ ഈ പുസ്തകത്തെ ജനങ്ങളിൽ എത്തിക്കുന്ന ഈ മഹത്തായ കർമ്മത്തിൽ നേരത്തെ എത്താതിരുന്നതിലുള്ള വിഷമം എനിക്കുണ്ടെങ്കിലും ഇന്ന് നിരവധിയായ പരിപാടികളാണ്. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം പരിപാടികളിലൊക്കെയും പങ്കെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സനൽകുമാർ മാസ്റ്ററുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം, അദ്ദേഹം ഈ കൊല്ലങ്കോട് വെങ്ങനാടിൻ്റെ കോവിലകം വഴിയുള്ള ഇന്നലകളിലെ ചരിത്രപരമായ പഠനം, ആ പഠനത്തിൻ്റെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ലേഖനമുണ്ടായിരുന്നു. അതിൽ ഇവിടെ നിൽക്കുന്ന ഈ ഒരുപാട് സ്മാരകങ്ങൾ, അതുപോലെ തന്നെ ഇന്നും ആരുമറിയാതെ കിടക്കുന്ന അവഗണിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലൂടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിലുണ്ടായിരുന്നു. അന്ന് വായിക്കാനിടയായതുകൊണ്ട് തന്നെ അതിയായത് ഒരു പ്രൊഫസർ പ്രേംകുമാറിന് വായിക്കാനിടയായതിലുള്ള സന്തോഷമാണ് ഉള്ളത്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് നിരൂപണാത്മകമായോ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഞാനത് വായിക്കാത്തത് കൊണ്ടാണ്. വായിച്ചതിന് ശേഷം അഭിപ്രായം പറയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വായനക്കാരൻ്റെ അല്ലെങ്കിൽ ചരിത്രപരമായ മുന്നേറ്റങ്ങളിൽ അടയാളപ്പെടുത്തുന്ന ഇത്തരം പുസ്തകങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടത്. ഒരുപക്ഷെ ആശങ്കപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും, ഇന്നലകളിൽ മനുഷ്യ സംസ്കൃതിയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ രൂപങ്ങളും ഇന്ന് നമുക്ക് ഇല്ലാതെയാവുന്നോ എന്ന് ഭയപ്പെടുത്തുന്ന ചിന്ത പലപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. കാരണം ഞാൻ ഇന്നലെ നടന്നു വന്ന വഴികളിലൊക്കെയും നടന്നു എന്നതിൻ്റെ തെളിവായി തീർത്തു വെച്ചിട്ടുള്ള എല്ലാ സ്മാരകങ്ങളും സ്ഥലനാമങ്ങൾ പോലും ഇല്ലാതെയാകുമ്പോൾ വരും തലമുറയ്ക്ക് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര പഠനം എങ്ങനെയാകും എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഭയപ്പെടുമ്പോഴും ഈ പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഈ ഇന്ത്യയുടെ വളർച്ചയിൽ ആരുടെയൊക്കെ സംഭാവന ഉണ്ടായിരുന്നു, ഏതെല്ലാം തലങ്ങളിലുണ്ടായിരുന്നു, ആരൊക്കെ കടന്നു വന്നു, അവരൊക്കെ ഈ നാടിനു വേണ്ടി എന്തു സംഭാവന ചെയ്തു, ചരിത്ര പുരുഷന്മാർ ആരൊക്കെയാണ്, അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കൂടെ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചതിന് ശേഷം സനൽ മാഷ് മാത്രമല്ല മറ്റുള്ളവരുമായി അഭിപ്രായം പങ്കിടുക എന്നുള്ളതാണ് ശരി എന്ന ബോധ്യത്തോടുകൂടി ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം എനിക്കുണ്ട്. കാരണം ഞാൻ കണ്ടു വളർന്നിട്ടുള്ള പല പ്രദേശങ്ങളിലും ഇപ്പോൾ ആ പുസ്തകത്തിൻ്റെ താളുകളൊന്ന് മറിച്ചു നോക്കിയപ്പോൾ കാണാനിടയായതും അതിൽ എന്തൊക്കെയാണ് ഏത് കാലഘട്ടത്തിലുള്ളതാണ് എന്ന് പറയപ്പെടുന്നതും വളരെ അഭിമാനാർഹമാണ്.
പഠനാനന്തരം പറയാം. അപ്പം അതിനേക്കാൾ സമ്പന്നമായ ഈ വേദിയിൽ നിന്നുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ കഴിയാതെ പോയതിലുള്ള അതിയായ വിഷമം കൂടെ അറിയിക്കുകയാണ്. പക്ഷേ ഞാനൊരു പരിപാടിയുടെ പാതി വഴിയിൽ നിന്നാണ് ഇറങ്ങി വന്ന് ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് എത്തിച്ചേരണം എന്നുള്ളതുകൊണ്ട് വളരെ വിഷമത്തോടെ നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്. ഞാൻ പോയാൽ മാത്രമേ ആദരിക്കപ്പെടേണ്ട ആളുകൾക്കുള്ള ആദരവ് കൊടുക്കാൻ കഴിയൂ. അവർ സമയമാകുമ്പോഴേക്കും അവിടെ എത്താൻ കൂടെ എന്നെ പോകാൻ കൂടെ അനുവദിക്കണം എന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുകയാണ്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. നമ്മളോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് പൊന്നാടയിട്ട് ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി നമ്മളോടൊപ്പം ഇവിടെ ഈ നിമിഷം എത്തിച്ചേർന്ന നമ്മളുടെ വിശിഷ്ട അതിഥി നമ്മുടെ പ്രിയ MLA കെ ബാബു സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ആദ്യം തന്നെ നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായ KK മുഹമ്മദ് സാറിന് പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. MLAയിൽ നിന്നും ഏറ്റുവാങ്ങാനായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ ശശികുമാർ സാറിനെ പൊന്നാട ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുകയാണ്. ശശികുമാർ സാർ നമ്മളുടെ MLAയിൽ നിന്നും പൊന്നാട ഏറ്റുവാങ്ങുന്ന നിമിഷമാണ്. എല്ലാവരും ഒരു കയ്യോടെയോടുകൂടെ ഈ നിമിഷത്തെ കുറച്ചും കൂടെ ഭംഗി കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്തതായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ സെൽവകുമാർ സാറിനെ പൊന്നാട ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രൊഫസർ KK ഗീതാകുമാരി, വൈസ് ചാൻസലർ സംസ്കൃത സർവകലാശാല കാലടി, മാമിനെ പൊന്നാട സ്വീകരിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്.